പറയരുത്. കാരണം ദൈവസന്നിധിയിൽ അത് എന്ത് ചെയ്തിരിക്കുന്നു, അതെല്ലാം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ വചനം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ വളരെ ചിന്തയോടും ദൈവത്തിലുള്ള ആശ്രയത്തോടും കൂടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതാണ്. ആദ്യത്തെ ചോദ്യത്തിന് ഞാൻ അവയെ ഉപേക്ഷിക്കുന്നു എന്നാണ് പറയേണ്ടത്. ഞാൻ അവയെ ഉപേക്ഷിക്കുന്നു എന്ന്. ചോദ്യം ഇതാണ്: ഇപ്പോൾ ദൈവത്തിൻ്റെയും ഈ സഭായോഗത്തിൻ്റെയും മുമ്പാകെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ക്രിസ്തുവിൻ്റെ ശക്തിയിൽ നിഗളവും ഈ ലോകത്തിൻ്റെ മായയും ജഡത്തിൻ്റെ പാപങ്ങളും പിശാചിൻ്റെ സകല പ്രവൃത്തികളും നീ ഉപേക്ഷിക്കുന്നുവോ എന്നാണ് ചോദ്യം. ഞാനവയെ ഉപേക്ഷിക്കുന്നു എന്നാണ് നിങ്ങൾ ഉത്തരം പറയുന്നത്. ഒന്നുകൂടെ ഞാൻ ചോദ്യം പറയാം. ക്രിസ്തുവിൻ്റെ ശക്തിയിൽ നിഗളവും ഈ ലോകത്തിൻ്റെ മായയും ജഡത്തിൻ്റെ പാപങ്ങളും പിശാചിൻ്റെ സകല പ്രവൃത്തികളും നീ ഉപേക്ഷിക്കുന്നുവോ എന്നാണ് ചോദ്യം. ഞാൻ അവയെ ഉപേക്ഷിക്കുന്നുവെന്ന് ആദ്യം ആൺകുട്ടികളും പിന്നീട് പെൺകുട്ടികളും പറയണം. പറഞ്ഞേ. അടുത്ത ചോദ്യത്തിന് ഉത്തരമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് പറയേണ്ടത്. ഞാൻ വിശ്വസിക്കുന്നു എന്ന്. ചോദ്യം ഇതാണ്: പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകദൈവത്തിൽ നീ വിശ്വസിക്കുന്നുവോ? ചിലവർക്ക് പറഞ്ഞേ. ഓക്കെ. അടുത്ത ചോദ്യത്തിന് ഉത്തരമായിട്ട് ഓരോരുത്തരും ഉത്തരം പറയണം. ഞാൻ സ്വീകരിക്കുന്നു എന്നാണ് ഉത്തരം. ഞാൻ സ്വീകരിക്കുന്നുവെന്ന്. കർത്താവായ യേശു ക്രിസ്തുവിനെ നിന്റെ രക്ഷിതാവായും ലോകത്തിൻ്റെ രക്ഷിതാവായും നീ സ്വീകരിക്കുന്നുവോ എന്നാണ് ചോദ്യം. ഞാൻ സ്വീകരിക്കുന്നുവെന്ന് ഓരോരുത്തരുമായിട്ട് പറയണം. രക്ഷകൻ എന്ന് പറഞ്ഞാൽ രക്ഷിക്കുന്നവൻ. അതായത് യേശു രക്ഷകൻ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യേശു രക്ഷകനാകുന്നത് എങ്ങനെയാണ്? യേശു നമ്മളെ രക്ഷിക്കുമ്പോൾ. യേശു നമ്മളെ എങ്ങനെയാണ് രക്ഷ? പാപത്തിൽ നിന്നാണ് യേശു നമ്മളെ രക്ഷിക്കുന്നത്. പാപത്തിനാണ് രക്ഷിക്കുന്നത്. പാപത്തിൻ്റെ ശിക്ഷ എന്താ? നമ്മളൊരു വാക്യം പഠിച്ചിട്ട്, പാപത്തിൻ്റെ ശമ്പളം മരണം അത്രേ, അല്ലേ? അപ്പോൾ പാപത്തിൻ്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ നിത്യമായ മരണമാണ്. നിത്യമായ മരണത്തിൽ നിന്ന് നമ്മളിലെ നിത്യമായ മരണത്തിൽ പെട്ടുപോകാമായിരുന്നു. എന്നാൽ ആ മരണകരമായ ശിക്ഷയിൽ നിന്ന് യേശുവാണ് നമ്മളെ രക്ഷിച്ചത്. അങ്ങനെ യേശു ആരായി തീർന്നു? യേശു എന്നെ രക്ഷിച്ചതുകൊണ്ട് എൻ്റെ രക്ഷകനായിട്ട് തീർന്നു. അതാണ് ഇവിടെ പരസ്യമായിട്ട് നിങ്ങൾ പറയുന്നത്. ചോദ്യം ഇതാണ്: കർത്താവായ യേശു ക്രിസ്തുവിനെ നിൻ്റെ രക്ഷിതാവായും ലോകത്തിൻ്റെ രക്ഷിതാവായും നീ സ്വീകരിക്കുന്നുവോ? ഞാൻ സ്വീകരിക്കുന്നു. 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 ഓക്കെ, നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നിത്യാവിശ്വാസ പ്രമാണം നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശവും ഭൂമിയും കാണപ്പെടുകയും കാണപ്പെടാത്തതുമായ സകലത്തെ സൃഷ്ടിനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനായി ഏകർത്താവായ യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു. പ്പെട്ടവൻ സഭയ്ക്കിരിക്കാം. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ദൈവം എൻ്റെ സഹായനാകയാൽ ഞാൻ ചെയ്യും എന്നാണ് ഉത്തരം പറയേണ്ടത്. ദൈവം എൻ്റെ സഹായനാകയാൽ ഞാൻ ചെയ്യും എന്ന്. ചോദ്യം ഇതാണ്: നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധഹിതവും കൽപ്പനകളും പ്രമാണിക്കുകയും അവയിൽ തന്നെ നിങ്ങളുടെ ആയുസ്സ് നാളൊക്കെയും നടക്കുകയും ചെയ്യുമോ എന്നാണ് ചോദ്യം. നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധഹിതവും കൽപ്പനകളും പ്രമാണിക്കുകയും അവയിൽ തന്നെ നിങ്ങളുടെ ആയുസ്സ് നാളൊക്കെയും നടക്കുകയും ചെയ്യുമോ എന്നാണ് ചോദ്യം. ദൈവം എൻ്റെ സഹായനാകയാൽ ഞാൻ ചെയ്യും എന്നാണ് പറഞ്ഞത്. ദൈവം എൻ്റെ സഹായനാകയാൽ ഞാൻ ചെയ്യും.
ഒന്നുകൂടെ ചേർന്ന് പറഞ്ഞേ, നിങ്ങൾ പറഞ്ഞേ. അടുത്ത 3 ചോദ്യങ്ങൾക്ക് ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു എന്നാണ് ഉത്തരം പറയേണ്ടത്. ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു എന്ന് അടുത്ത് വരുന്ന 3 ചോദ്യങ്ങൾക്കും ഉത്തരം. ചോദ്യം ഇതാണ്. ഒന്നാമത്തെ, കർത്തൃദിവസത്തിൽ, അതായത് ഞായറാഴ്ച ദിവസങ്ങളിൽ നിങ്ങളുടെ സഹക്രിസ്ത്യാനികളോട് ചേർന്ന് ആരാധനയിലും പ്രത്യേകിച്ച് കർത്താവിൻ്റെ അത്താഴത്തിലും സംബന്ധിക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നുവോ എന്നാണ് ചോദ്യം. ചോദ്യം ഒന്നുകൂടെ പറയാം. കർത്തൃദിവസത്തിൽ അല്ലെങ്കിൽ വിശുദ്ധ ദിവസങ്ങളിൽ, ഞായറാഴ്ച ദിവസങ്ങളിൽ നിങ്ങളുടെ സഹക്രിസ്ത്യാനികളോട് ചേർന്ന് ആരാധനയിലും പ്രത്യേകിച്ച് കർത്താവിൻ്റെ അത്താഴത്തിലും സംബന്ധിക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നുവോ? ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു എന്ന് പറ. നിങ്ങൾ പറഞ്ഞേ, കുറച്ച് പറഞ്ഞേ. അടുത്ത ചോദ്യം, തിരുവചനം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതിലും, അതായത് വിശുദ്ധ വേദപുസ്തകം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും വിശ്വസ്തരായിരിക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നുവോ? നിങ്ങളുടെ പ്രാപ്തി പോലെ ദൈവവേലയ്ക്കായി കൊടുക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നുവോ? അടുത്ത ചോദ്യത്തിനുമായി ഞാൻ സമ്മതിക്കുന്നു എന്നാണ് പറയേണ്ടത്. ഞാൻ സമ്മതിക്കുന്നു എന്ന്. ക്രൂശിക്കപ്പെട്ട് പുനരുത്ഥാനം ചെയ്ത യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറയുന്നതിനും അവൻ്റെ കൊടിക്കീഴിൽ നിന്ന് ധൈര്യത്തോടെ പോരാടുന്നതിനും വാക്കിലും പ്രവൃത്തിയിലും സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവപര്യന്തം അവൻ്റെ വിശ്വസ്ത പടയാളികളും സേവകരുമായി തുടരുന്നതിനും നിങ്ങൾ ബാധ്യസ്ഥരാണെന്ന് സമ്മതിക്കുന്നുവോ? ഞാൻ സമ്മതിക്കുന്നത്. കർത്താവിൽ പ്രിയരെ, നമ്മുടെ ഏകരക്ഷിതാവായ ക്രിസ്തു മൂലം ദൈവത്തിലുള്ള വിശ്വാസവും അവനെ അനുസരിക്കുന്നതിനും തൻ്റെ ജനങ്ങളുമായുള്ള കൂട്ടായ്മയിൽ ജീവിക്കുന്നതിനുമുള്ള നിങ്ങളുടെ ആഗ്രഹവും നിങ്ങൾ ഏറ്റുപറഞ്ഞുവല്ലോ. നിങ്ങളിപ്പോൾ മുട്ടുകുത്തി നിങ്ങൾ വാഗ്ദത്തം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിവർത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രാപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നിങ്ങൾ ഇത് ഈ റെയിൽസിൻ്റെ അവിടെ മുട്ടുകുത്തിക്കല്ല, അങ്ങേറ്റം മുട്ടുകുത്തിക്ക്, നിങ്ങളിവിടെ മുട്ടുകുത്തിക്ക്. അടുത്തൊരു സമർപ്പണ പ്രാർത്ഥനയാണ്. ഞാൻ ആ പ്രാർത്ഥന ചൊല്ലിത്തരാം. സ്ത്രീയെണ്ണ കുഞ്ഞുങ്ങൾ മാത്രം അത് ചൊല്ലണം. നമ്മളെ തന്നെ ദൈവ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. കുഞ്ഞുങ്ങൾ ഞാൻ ചൊല്ലിത്തരുമ്പോൾ എൻ്റെ പിന്നാലെ ചൊല്ലണം. ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ എൻ്റെ ദൈവമേ, ഞാൻ എനിക്കുള്ളവനല്ല, നിനക്കുള്ളവനത്രേ. എൻ്റെ ആയുസ്സുനാളൊക്കെയും നിന്നെ സ്നേഹിക്കേണ്ടതിനും വിശ്വസ്തയോടെ നിന്നെ സേവിക്കേണ്ടതിനും ഞാൻ എന്നെ തന്നെ നിൻ്റെ പൈതലായി നിനക്ക് ഏൽപ്പിച്ചു തരുന്നു. ആമേൻ. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായ അല്പസമയം മൗനമായി പ്രാർത്ഥിക്കാം. ഇവരുടെ സ്നാന സമയത്ത്, ബപ്തിസ്മ സമയത്ത് ഇവരുടെ മാതാപിതാക്കന്മാരും ജ്ഞാനമാതാപിതാക്കന്മാരും ഏറ്റെടുത്ത പ്രതിജ്ഞകൾ അവരിന്ന് സ്വയമായി ഏറ്റെടുത്തിരിക്കുന്ന ദിവസമാകുന്നുവല്ലോ. ഇന്ന് അവരിന്ന് ദൈവസന്നിധിയിൽ പ്രതിജ്ഞ ചെയ്തതുപോലെ, സമ്മതിച്ചതുപോലെ, ഉപേക്ഷിച്ചതുപോലെ, സ്വീകരിച്ചതുപോലെ ദൈവത്തിൻ്റെ പക്ഷം ചേർന്ന് എല്ലാ കാലവും ജീവിപ്പാൻ തക്കവണ്ണം ദൈവം അവരെ സഹായിക്കണം. ഈ ലോകത്തിൽ ദൈവവൈദ്യങ്ങളായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഇതിന് ചുരുക്കം. അതിന് നമ്മുടെ മാനുഷികമായുള്ള പരിശ്രമങ്ങൾ സാധ്യമല്ലല്ലോ. അതിനാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമാണ്. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് പ്രത്യേകമായി അല്പസമയം മൗനമായി പ്രാർത്ഥിക്കാം. ഈ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ധാരാളമായ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ സഹായം ദൈവം അയക്കുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ വരവിനായുള്ള അപേക്ഷയാകുന്ന ജ്ഞാനകീർത്തനങ്ങളിൽ 414 കീർത്തനം, പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള സഭയുടെ പ്രാർത്ഥനയാകുന്ന അപേക്ഷയാകുന്ന 414 കീർത്തനം നമുക്ക് ഈ സമയത്ത് പാടാം. വളരെ പ്രാർത്ഥന നമുക്കത് പാടാം. 1-2 ചരണങ്ങൾ ഞാൻ തനിയെ പാടും. 3-4 ചരണങ്ങൾ ഗായകസംഘത്തോടൊപ്പം സഭാമക്കളെല്ലാവരും ചേർന്ന് പാടണം.
എന്നേക്കുസ്തുതി നിനക്കേ. ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എൻ്റെ പിന്നാലെ ഗായസംഘത്തോടൊപ്പം സഭാമക്കളെല്ലാവരും ചേർന്ന് ചൊല്ലണം. കുട്ടികൾ അത് ചൊല്ലേണ്ടതില്ല. ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എൻ്റെ പിന്നാലെ ഗായസംഘത്തോടൊപ്പം സഭാമക്കളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കണം. വിശുദ്ധ ബപ്തിസ്മയാൽ ഈ നിന്റെ മക്കളെ നിന്റെ കുടുംബത്തിലേക്ക് കൈക്കൊണ്ട ഞങ്ങളുടെ സ്വർഗപിതാവായ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇവരെ വിശ്വാസത്തിൽ ബലപ്പെടുത്തി നിന്റെ കൃപാവരങ്ങളാകുന്ന ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവിനെ, ആലോചനയുടെയും ശക്തിയുടെയും ആത്മാവിനെ, പരിജ്ഞാനത്തിൻ്റെയും ദൈവഭയത്തിൻ്റെയും ആത്മാവിനെ ഇവരിൽ ദിനംതോറും വർദ്ധിപ്പിച്ച് നിന്റെ കരുണയാൽ ഇവരെ നിത്യജീവനിലേക്ക് കാത്തുകൊള്ളണമെന്ന് നിന്റെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു മിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. കുഞ്ഞുങ്ങളുടെ തലമേൽ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ സഭാമക്കളെല്ലാവരും ഗായസംഘത്തോടൊപ്പം ആമേൻ എന്ന് ഉറച്ച ശബ്ദത്തിൽ പറയണം എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളുടെ തലമേൽ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഉറച്ച ശബ്ദത്തിൽ ഗായസംഘത്തോടൊപ്പം ആമേൻ എന്ന് പറയണം. പെൺകുട്ടി പെൺകുട്ടി കർത്താവേ, നിന്റെ പൈതൽ എന്നേക്കും നിനക്കുള്ളതായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. അങ്ങോട്ട് നിന്നോളെ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ.
കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവനാൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട്
ഇവനെ ബലപ്പെടുത്തേണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തേണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തേണമേ.